ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു പ്രഭാതം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്രകാരം സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഈ ദിവസത്തെ ദൈവിക വചനങ്ങളെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും. അപ്രകാരം ഇന്ന് നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് വെളിപ്പാട് പഠിക്കാൻ സമയം എന്നുള്ളതാണ്. ഇന്നത്തെ മനപ്പാഠവാക്യം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനങ്ങളെ നമ്മൾ മറ്റുള്ളവരെ വായിച്ച് കേൾപ്പിക്കണമെന്നും അത് നമ്മൾ പഠിക്കണമെന്നും ദൈവത്തിന്റെ വചനം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ വേളയിൽ നമ്മൾ ക്രിസ്തുവിന്റെ വചനങ്ങളെ, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തെ ആധികാരികമായി പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന ഈ ലോക സംഭവങ്ങൾ നമ്മെ വിളിച്ചോതി തരുന്നു. നമുക്കറിയാം, ഇന്ന് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിന് അടയാളമായിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ AD 95 ഡൊമീഷ്യൻ ചക്രവർത്തി നാട് കടത്തിയതായിട്ടുള്ള വെളിപ്പാടുകാരനായ യോഹന്നാൻ, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുന്ന യോഹന്നാൻ രാജ്യത്തിന്റെ സുവിശേഷം ലോകമെമ്പാടും അറിയിച്ചു എന്നുള്ളതായിട്ടുള്ള ഒരു തെറ്റ് ചുമത്തിക്കൊണ്ട് ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാൻ അപ്പോസ്തലനെ തിളച്ച എണ്ണയിലേക്ക് എടുത്തിടുന്നു. എന്നാൽ അവിടെ നിന്നും സ്വർഗത്തിലെ ദൈവം യോഹന്നാൻ അപ്പോസ്തലനെ രക്ഷിക്കുന്നു. കാരണം യോഹന്നാൻ അപ്പോസ്തലനിലൂടെ വലിയൊരു ദൗത്യം സ്വർഗത്തിലെ ദൈവത്തിന് ഈ ലോകത്തോട് ചെയ്യുവാനുണ്ടായിരുന്നു. അങ്ങനെ ഡൊമീഷ്യൻ ചക്രവർത്തി തിളച്ച എണ്ണയിലിട്ട യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ നിന്നും രക്ഷ പ്രാപിക്കുന്നത് കണ്ട ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ മനസ്സിന് യാതൊരു പരിവർത്തനവും ഉണ്ടാകാതെ ചക്രവർത്തി കുറ്റവാളികളെ നാട് കടത്തുന്നതായിട്ടുള്ള പത്മോസ് ദ്വീപിലേക്ക് യോഹന്നാൻ അപ്പോസ്തലനെ നാട് കടത്തുന്നു. അങ്ങനെ പത്മോസ് ദ്വീപിലായിരിക്കുന്ന വെളിപ്പാടുകാരനായ യോഹന്നാൻ ഒരു കർത്തൃ ദിവസത്തിൽ ആത്മപരവശനായിക്കൊണ്ട് ഇനിമേൽ ഈ ലോകത്ത് സംഭവിക്കാനിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ നിന്നും കണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും തൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുന്നു. അതാണ് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിളിലെ അവസാന പുസ്തകം, വെളിപ്പാട് പുസ്തകം. ആ വെളിപ്പാട് പുസ്തകത്തിലെ ഓരോ കാര്യങ്ങളും ഈ യോഹന്നാൻ അപ്പോസ്തലന് ശേഷം ഈ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ സമപര്യാപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ വരവ് എത്രത്തോളം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ, ആ ക്രിസ്തുവിന്റെ വരവിന് നമ്മൾ എപ്രകാരം ഒരുങ്ങണമെന്ന് മനസ്സിലാക്കുവാൻ, അതിൽ നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ദൂതുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും അത് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതും ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം സമയം അടുത്തിരിക്കുന്നു എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അത് എത്രത്തോളം അടുത്തിരിക്കുന്നു എന്നും ഈ ലോകത്ത് സംഭവിക്കുന്നതായിട്ടുള്ള വ്യതിയാനങ്ങൾ, അതുപോലെ മ്ലേച്ഛ പ്രവൃത്തികൾ, ദുഷ്ടത, ഇതൊക്കെയും കർത്താവ് യേശുക്രിസ്തു തന്നെ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ഈ ലോകത്തോട് അറിയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെയും മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ അന്ത്യനാളുകളിലായിരിക്കുന്ന നാം ഓരോരുത്തരും വെളിപ്പാട് പുസ്തകം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം. ആ ദൈവം യോഹന്നാൻ അപ്പോസ്തലനിലൂടെ ഭാവിയെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നതായിട്ടുള്ള പുസ്തകത്തെ പഠിച്ചുകൊണ്ട്, ആ പുസ്തകത്തിലുള്ള കാര്യങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങാമെന്നുള്ളൊരു തീരുമാനം നമുക്ക് എല്ലാവർക്കും എടുക്കാം. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട ആ സ്വർഗീയ നല്ല പിതാവാൻ ദൈവമേ, അനുഗ്രഹമേറിയ ദിവസത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം അടിയുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുന്ന, അവിടുന്ന് നൽകിയിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തെ ശക്തമായി പഠിച്ചുകൊണ്ട് അത് മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ അവിടുന്ന് അങ്ങയുടെ പരിശുദ്ധാത്മ ശക്തിയാൽ അടിയങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കി അനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് എന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ.